ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തടിയിൽ PU പെയിൻറ്റ് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഈ കാണുന്ന വർക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസാണ്. ഇതിലെ കുറച്ച് വർക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൗണ്ടർ, അതുപോലെ തന്നെ ഷെൽഫ്, അതിൻ്റെയൊക്കെ വർക്കാണ്. ഇതിൻ്റെ എല്ലാ A to Z വർക്കും ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു പഴയ ഒരു കൗണ്ടറാണ്, പഴയ ഒരു ഓഫീസിൻ്റെ ഒരു കൗണ്ടറാണ്. അപ്പോൾ അതിന് മെലാമിൻ പോളിഷാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഞാൻ PU പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ 36ൻ്റെ ഡിസ്ക് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം പഴയ സീലർ പുട്ടി, നമ്മൾ പഴയ ഈ വുഡ് പോളിഷിന് ഉപയോഗിച്ച പുട്ടിയൊക്കെ കംപ്ലീറ്റ് ഈ കാണുന്ന രീതിയിൽ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഞാൻ അക്കായിൻ്റെ ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ കാണുന്ന രീതിയിൽ അക്കായിൻ്റെ ബോഡി ഫില്ലർ എങ്ങനെയൊക്കെ ഇടേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാർഡനറിൻ്റെ അളവ് കുറക്കരുത്. എന്തെന്ന് സാൻഡ് ചെയ്തല്ല ഡിസ്കിന് നമ്മൾ സാൻഡ് ചെയ്തെടുക്കുമ്പോൾ ഡിസ്കിന് പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ആംഗ്ലർ ഗ്രൈൻഡറിന് സാൻഡ് ചെയ്തിട്ടാണ് ഇത് സാൻഡ് ചെയ്ത് കളയുന്നത്, പുട്ടി സാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ആദ്യം തന്നെ ഡിസ്ക് പേപ്പർ ഇട്ട് 1 by 1 ആയിട്ട് പേപ്പറുകൾ പിടിക്കുന്നുണ്ട്. ആദ്യം 36ൻ്റെ പിടിച്ച്, അതിനുശേഷം 60ൻ്റെ ഡിസ്ക് പിടിച്ച്, അതിനുശേഷം വെൽക്രോ പിടിച്ച് നല്ല ലെവൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഹോളിലൊക്കെ ഈ ബോഡി ഫില്ലർ ഇടുന്നത്. അപ്പോൾ ബോഡി ഫില്ലർ ഇട്ട് ഞാൻ അതൊരു 60ൻ്റെ വെൽക്രോ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇത് സാൻഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡനർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്ക് പേപ്പർ ഇട്ടിട്ട്, ഇത് ഹൈ സ്പീഡ് കറങ്ങുന്ന ഡിസ്ക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്ലോ ഒരു ഓർബിറ്റൽ സാൻഡറൊക്കെ ആണെങ്കിൽ അങ്ങനെ പേപ്പറിന് പിടിക്കത്തില്ല. അതേസമയം നമ്മൾ സാധാരണ ആംഗ്ലർ ഗ്രൈൻഡറിന് പിടിക്കുമ്പോൾ ഇത് ഹൈ സ്പീഡ് ആയതുകൊണ്ട് തന്നെ പേപ്പറിന് ചൂടായിട്ട് പേപ്പറിന് പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ പിടിക്കുമ്പോൾ അത് ഒരു സ്ലോ ചെയ്ത് പിടിക്കുക. ഒരുപാട് ഫാസ്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പേപ്പറിന് കംപ്ലീറ്റ് പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാൻഡ് ചെയ്ത് അത്യാവശ്യം ലെവലായിട്ടുണ്ട്. നമ്മളൊരു സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ പോകേണ്ട ഗ്യാപ്പ് പോലും ഇല്ല നിലവിൽ, അത്രയും ലെവലായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നിക്ക് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രൈമർ, ഇപ്പം നിപ്പോൺ ഇറക്കിയിട്ടുണ്ട്, ഐസൊലേറ്റർ എന്ന് പറഞ്ഞിട്ട് നിപ്പോൺ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സീലർ, ഒരു ബ്ലോക്ക് പ്രൈമറായിട്ട് PU സീലർ, ഞാനിവിടെ എംബോറിയം സീലറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിത് ഉപയോഗിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ തടിയുടെ കളറ് നമ്മൾ PU പെയിൻറ്റ് ഇപ്പോൾ വൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പെയിൻറ്റിലേക്ക് ആ കളറ്, തടീൻ്റെ കളറ് വരാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേറ്ററോ അതുപോലെ തന്നെ ബ്ലോക്ക് പ്രൈമറോ അങ്ങനെ എന്തെങ്കിലും അടിച്ചതിന് ശേഷം ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചത് എംബോറിയം സീലറാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ശരിക്കും പേപ്പർ ചെയ്തതിന് ശേഷം 2K പ്രൈമറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഷെൽഫിൻ്റെ വർക്കും കൂടെ 2 പീസായിട്ടാണ് ഈ ഷെൽഫ് ഉള്ളത്. ഞാൻ ആ റൂമിൽ സെറ്റ് ചെയ്ത ഷെൽഫ് അത് 2 പീസായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ആദ്യം ഞാൻ ചെയ്തത് പേപ്പർ ഇട്ടതിന് ശേഷം സാൻഡിങ് സീലറാണ് ഇന്ന് സ്പ്രേ ചെയ്തത്. അതിന് ശേഷം ഞാൻ ഇതിന് NC പ്രൈമറാണ് ചെയ്യുന്നത്. NC പ്രൈമർ PS ഗ്രേ, അടിച്ചുകൊണ്ടിരിക്കുന്നത് PS ഗ്രേ ആണ്. ഈ കൗണ്ടറും അതുപോലെ തന്നെ ഈ ഷെൽഫൊക്കെ ഓഫീസിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഭാഗത്ത് കാണിച്ചിരുന്ന ഓഫീസ് അതിലേക്കുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2K പ്രൈമറിൻ്റെ മുകളിൽ ബോഡി ഫില്ലർ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ബോഡി ഫില്ലർ ബോഡി ഫില്ലർ NC പുട്ടി ഇടുന്നുണ്ട്. STൻ്റെ NC പുട്ടി 2K
പ്രൈമർ അടിച്ചതിന് ശേഷം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലെവലില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ NC പുട്ടി ഇടേണ്ടത് വളരെ തിക്ക് കുറച്ച് മൈക്രോ തിക്കിലാണ് NC പുട്ടി ഇടേണ്ടത്. അപ്പോൾ 1, 2, 3 കോട്ട് നമുക്ക് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ വളരെ നൈസായിട്ട് തിക്ക് കുറഞ്ഞ് മൈക്രോ തിക്കിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ NC പുട്ടി കുറച്ച് സ്പീഡായിട്ട് ഇടണം. നമ്മൾ ഈ കാണുന്ന പോലെ നന്ന് സ്ലോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വളരെ തിക്ക് കുറച്ച് ഒരു പേപ്പർ കനങ്ങ് മൈക്രോ തിക്കിൽ മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് രീതിയിലാണ്. ആദ്യം നീളേന ഇട്ടും പിന്നെ വിലങ്ങന, അങ്ങനെ 2 രീതിയിൽ NC പുട്ടി അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് വാഷ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ NC പുട്ടി ഇടാൻ എല്ലാവരും ബുദ്ധിമുട്ടാറുണ്ട്. സംഭവം ഒരു നേക്കിലിട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ അധികം ഓവർ ഇടുമ്പോൾ നമ്മൾ ഒരു നേക്കിലിട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇടുമ്പോൾ ഈ ഇടുന്ന രീതിയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ഈ കാണുന്ന രീതിയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. കുറച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഫിനിഷ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം 2K പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിൽ നേരിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നല്ല രീതിയിൽ ലെവൽ ചെയ്തതായിരുന്നു. എന്നിരുന്നാലും ചില പ്രോബ്ലം കണ്ടതുകൊണ്ടാണ് രണ്ടാമത് NC പുട്ടി ഇടേണ്ടി വന്നത്. അപ്പോൾ പുട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊന്നും തടയൊന്നും ചെയ്യില്ല. നമ്മൾ കൈ വെച്ച് തടവി നോക്കിയാൽ കാര്യമായിട്ട് കയ്യിലൊന്നും തടയുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല NC പുട്ടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ തടിയിൽ ആദ്യം തന്നെ ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷം വേണം NC പുട്ടി ഇടുക. എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് പ്രൈമർ അടിച്ചിട്ട് 2K പ്രൈമറോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രൈമറോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വാഷ് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പ്രൈമറും കൂടെ ഈ NC പുട്ടി ഇട്ട സ്ഥിതിക്ക് ഇനി പ്രൈമർ അടിച്ച് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് യൂണിവേഴ്സൽ പ്രൈമർ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല. അത് ഞാൻ അതെന്തോ അറിയില്ല, വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ ഞാൻ ഈ വൈറ്റ് കാണുന്നത് STൻ്റെ യൂണിവേഴ്സൽ പ്രൈമറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചെയ്യുന്ന പെയിൻറ്റ് ഞാൻ MRFൻ്റെ ഡൂറോത്തിൻ വൈറ്റാണ്, വൈറ്റ് ഗ്ലോസിയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അടുത്ത് ഞാനൊരു വീഡിയോ നിപ്പോണിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. നിപ്പോണിൻ്റെ നല്ല കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നിപ്പോണിൻ്റെ വളരെ വില കുറഞ്ഞ ഒരു 1300 രൂപ 1500 രൂപ വിലയുള്ള എക്സ്റ്റീരിയർ ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത ദിവസം തന്നെ. അപ്പോൾ ഇതൊക്കെ ഷെൽഫ് ഇതും ഡ്യൂറോത്തിൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. താങ്ക് യു, ബൈ.